എനിക്ക് തോന്നി ഇത് തന്നെയാണ് അവരുടെ ബൈസ് ആക്ച്വലി ഹാഫ് ഷീൽഡ് ഒരു വാൻഡലും ബാക്കി എല്ലാവരും പേര് ഫുൾ ഷീൽഡ് ബുൾഡോഗ് ആൻഡ് സുനിമോൻ ഒരു ഹാഫ് ഷീൽഡ്. ഇവര് പ്രോപ്പർ ആയിട്ട് ഇതുവരെ ഒരു ഈക്വൽ റൗണ്ട് പോയിട്ട് എന്നുള്ള രീതിയിൽ ഒരു സ്ട്രാറ്റജി അവരുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. എന്താണ് ഇങ്ങനെ ബൈ ചെയ്യുന്നതെന്നില്ല. നല്ലൊരു മോളി ഫ്രം KJ ടുബോർഗിനെ അവിടെ ട്രിക്കി എടുക്കുന്നു. നല്ലൊരു ഫ്ലാഷ് അവിടെ വന്നിട്ടുണ്ട്. ഒരു 4vs5 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഡെഞ്ചാർ ട്രിക്കി ഐ പ്ലേ ചേംബറിന് അവിടെ അത്യാവശ്യം ചെറിയ കൊടുക്കാൻ പറ്റിയിട്ടില്ല. 46 ടാഗുള്ള ഡെഞ്ചാർ ട്രിക്കി ഒരു നല്ലൊരു വൾണറബിൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മിഷാൽ അവിടെ സ്റ്റീവൻ എടുക്കുന്നു. ഇറ്റാച്ചി അവിടെ സെക്കൻഡ് എടുക്കുന്നു. മിഷാൽ അവിടെ സൈഡ് എടുക്കുന്നു. മിഷാൽ അവിടെ സ്റ്റീവൻ ആ റൗണ്ട് അവർ തിരിച്ചെടുക്കുന്നു. തിരിച്ചു പിടിച്ചിട്ടുണ്ട്. 4v5 സിറ്റുവേഷൻ ഒരാൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പുഷ് എന്ന് തന്നെ പറയേണ്ട ഒരു ബ്ലൈൻഡ് ആയിട്ട് തന്നെയാണ് അവർ സൈഡിലോട്ട് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കംബാക്ക് ഫ്രം ടീം അസാസിൻ. ആ റൗണ്ട് അസാസിൻസിന്റെ ഫേവർ ആയിട്ടാണ് ആ ഒരു റൗണ്ട് പോയത്. 2-0 നിന്ന് 2-5 എത്തുന്ന സ്കോർ. ആൻഡ് എനിവേ നമുക്കൊരു കാര്യം അറിയാം, ഈ മാപ്പ് ആക്ച്വലി കുറച്ചും കൂടി ഡിഫെൻഡിങ് ഫേവറിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള മാപ്പ്. നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 2 റൗണ്ട് കൂടി പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഇറ്റ്സ് എ വിന്നബിൾ ഗെയിം ഫോർ ടീം സ്പാർട്ടൻസ്. കാരണം ഇത് കുറച്ചൊരു ആക്കിങ് പാടുള്ളൊരു മാപ്പ് തന്നെയാണ്. ബട്ട് ഇനി നമുക്ക് നോക്കാം ഒരു പ്രോപ്പർ ഈക്വൽ റൗണ്ട് വരുന്ന സൈഡിൽ നിന്ന് ആദ്യമായിട്ട് സൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഇറ്റാച്ചിയെ കണ്ടിട്ടുണ്ട്. ഒരു ഫ്ലാഷ് ചെയ്യുന്നു. മിഷാൽ അവിടെ സെക്കൻഡ് എടുക്കുന്നു. ഒരു ഫ്ലാഷ് നല്ലൊരു ഫ്ലാഷ് ആയിട്ടുണ്ട്. ചേംബർ സൈഡൻ അവിടെ അടുത്തൊരു പിക്കിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. നല്ലൊരു പിക്ക് ബൈ ഐ പ്ലേ ചേംബർ. സുനിമോൻ 3vs3 സിറ്റുവേഷൻ. ഐ പ്ലേ ചേംബർ അടുത്ത പിക്ക് എടുക്കുന്നു. നല്ലൊരു ഷോട്ട് ബൈ സ്റ്റീവ്. നീറ്റ് ആൻഡ് ക്ലീൻ ഷോട്ട് ബൈ സ്റ്റീവ്. ഓവർ ഹീൽ ചെയ്യുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ 2 പിക്ക്. മെന്നി മാത്രം ബാക്കി 2vs1 എത്തിച്ചിരിക്കുന്നു. നല്ലൊരു കംബാക്ക് ഫ്രം ടീം സ്പാർട്ടൻസ്. മെന്നി മാത്രം ബാക്കി. സ്റ്റീവ് നല്ല 2 പിക്ക് എന്ന് പറയണം. ആൻഡ് സുനിമോനെ നല്ലൊരു സ്മോക്ക്. ടൈംലി സ്മോക്ക്. സുനിമോനെ നല്ല 50 ടാഗ്. ആൻഡ് സ്റ്റീവ് Steve flash ആയി പോയി ചെറിയൊരു. And the round goes in the favor of Spartans and the score is 5-3. ഇവന്റെ ഗോഡ് ലെവൽ തടിയുടെ അടിച്ചത് സത്യം. 2 കിടിലൻ പിസ്റ്റൽ വെച്ച് ഒരു ത്രിഫ് ആയതുകൊണ്ട് തന്നെ അവരുടെ ടീമിന്റെ മൊറാൽ കൂടുകയും അവരുടെ ടീമിന് കുറച്ചൊരു മൊറാൽ അഫക്റ്റ് ആവാൻ ചാൻസ്. സോ വീണ്ടും ഒരു ബൈ റൗണ്ട് പ്രോപ്പർ അറ്റാക്കേഴ്സിന് വന്നിട്ടുണ്ട്. 5 പേർക്കും വാൻഡൽ 5 പേർക്കും ഫുൾ ഷീൽഡ് പ്രോപ്പർ ബൈ റൗണ്ട്. ആൻഡ് ഡിഫൻഡേഴ്സ് നോക്കാൻ ഡിഫൻഡേഴ്സ് ഒരാൾ മാത്രം ജഡ്ജ്, ബാക്കി എല്ലാവരും ഫാൻഡം ആൻഡ് പാൻഡേഴ്സ് പോകുന്നു. വീണ്ടും അവർ A സൈറ്റാണ് എൻട്രി എടുക്കാൻ നോക്കുന്നത്. ആൻഡ് ഇസോ ഈസ് ഹാവിങ് ആൻ അൾട്ടി. It's you and me. ഇസോടെ ഒരു അൾട്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഡെഞ്ചർ ട്രിക്കി അവിടെ ഇസോ അൾട്ടി എടുത്തിട്ട് പോകുന്നു. ക്ലാസിക് പിസ്റ്റൽ വെച്ച് ഷീൽഡ് അടിച്ച് പൊട്ടിച്ചിട്ട് രണ്ടാമത് ഹെഡ് ഷോട്ട് അടിച്ച് പോകുന്നു. ട്രിക്കിയുടെ അൾട്ടി അവിടെ ഡിനേ ചെയ്യുന്നു. ആൻഡ് മിഷാൽ പിക്കിംഗ് ട്രിക്കി. മിഷാൽ അവിടെ സൈഡിനെ എടുക്കുന്നു. മിഷാൽ അവിടെ കൊന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മിഷാൽ വിത്ത് 3K. ആൻഡ് ഇറ്റാച്ചി മിന്നി അവിടെ സെക്കൻഡ് എടുക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ 4vs സിറ്റുവേഷൻ. ആൻഡ് ടുബോർഗ് നന്നായിട്ട് റീഡ് ചെയ്തു. കാരണം സുനിമോ എല്ലാ റൗണ്ടും മിഡ് തന്നെയാണ് വരുന്നത്. ആ സെയിം സ്ട്രാറ്റജി എപ്പോഴും വർക്ക്ഔട്ട് ആവുന്നില്ല. നോക്കുകയാണെങ്കിൽ അഗൈൻ റൗണ്ട് ഗോസ് ഇൻ ദ ഫേവർ ഓഫ് അസാസിൻ. 6-3 എന്ന് പറയുന്ന സ്കോറിൽ എത്തിയിരിക്കുന്നു. 6-3. ഞാൻ പറഞ്ഞ പോലെ ഇനിയും ഉണ്ടവർക്ക് 3 റൗണ്ട്. ആ 3 റൗണ്ടിൽ ഒരു 1 or 2 റൗണ്ട്സ് പിടിച്ചാൽ തന്നെ സ്റ്റിൽ ഈ ഗെയിം അവർക്ക് ഡിഫൻഡിൽ വേണമെന്ന് വെച്ചാൽ പിടിക്കാം. കാരണം അവരുടെ ഏജന്റ് സെർഷൻ ആണെങ്കിലും ഡിഫൻഡ് പിടിക്കാവുന്ന ഒരു KJ ഉണ്ട്, ഒരു ബ്രീച്ച് ലൈക്ക് ആൻഡ് റെയ്ന ആൻഡ് ഇസോ വേണമെങ്കിൽ പിടിക്കാനുള്ള ഒരു ഏജന്റ് സെർഷൻ അവർക്കുണ്ട്. നമുക്ക് നോക്കാം. മെന്നി വിത്ത് അനദർ ട്രാപ്പ് ആൻഡ് സെറ്റപ്സ് ആൻഡ് മെന്നി ഗോയിങ് ഹെവൻ അഗെയിൻ. സോ റൗണ്ട് നമ്പർ 10 ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. 6-3. നമ്മുടെ സ്പാർട്ടൻസിന് എന്ത് തിരിച്ചത് കംബാക്ക് അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ആൻഡ് സ്റ്റീവ് നോക്കുകയാണെങ്കിൽ പയ്യെ B സൈറ്റ് B മെയിൻസ് സ്റ്റീവ് മാത്രം ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യുന്നു. സൈഡൻ അലാം ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സൈഡൻ ഒരു എയിൽ അത്യാവശ്യം സൗണ്ടുകളൊക്കെ കൊടുക്കുന്നു. ഇതൊരു B ഫേക്ക് ആണോ എന്ന് എനിക്കൊരു A ഫേക്ക് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്റ്റിൽ ഇവിടെ ഐ പ്ലേ ചേംബർ നല്ലൊരു പിക്ക്. സ്റ്റീവ് അവിടെ പിക്ക് ചെയ്യുന്നു. ഐ പ്ലേ ചേംബർ. ബാക്കി 4 പേരും എയിലാണ്. ബാക്കി നല്ല ട്രിക്കി ഓൾറെഡി ഹെവൻ പുഷ് ചെയ്ത് പോകാനുള്ള പ്ലാൻ ആണ് തോന്നുന്നു.
സുനിമോൻ ഓൾസോ അവിടെ നല്ലൊരു അൾട്ടി ഇടുന്നു ആൻഡ് അൾട്ടി സുനിമോൻ ആ അൾട്ടി ബ്രേക്ക് ചെയ്യുന്നു മെന്നി നല്ലൊരു പൊസിഷൻ Nice 3K. round goes in the favor of Assassins. കിടിലം റൗണ്ട് പോയി ഓപ്പ് വെച്ച് മാത്രമല്ല ഇനി ഫാൻഡലും ഫാൻഡും എല്ലാം പറ്റുമെന്ന് കാണിച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഒരു സെന്ററിലെടുത്ത് കോൾസ് കൊടുത്ത് സൈറ്റ് നന്നായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു മെന്നി. ആൻഡ് സ്റ്റിൽ എന്തുകൊണ്ടാണ് മെന്നി കളിക്കുന്ന സൈഫറുള്ള ഏസയിലൂടെ വീണ്ടും പൊക്കോണെന്ന് എനിക്ക് ഉണ്ടാകുന്നില്ല. മെന്നിയുടെ ലാസ്റ്റ് ഒരു റൗണ്ട് നോക്കുകയാണെങ്കിൽ ആ ഐ ബ്രേക്ക് ആയ സമയത്ത് മെന്നി ഒരു കിടിലൻ റീപൊസിഷനിങ് ചെയ്ത് അതായിരുന്നു അവിടെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ്ലി ഇതാക്കാനേ പറ്റിയില്ല. എവിടുന്ന് അടി വന്നതെന്ന് പോലും സുനിമോന് മനസ്സിലായില്ല. ആൻഡ് നമ്മൾ 11th റൗണ്ടിലേക്ക് പോവാണ്. 11th റൗണ്ട് ഇത് ഒരു രണ്ട് ടീമും ഇവര് ബൈയുടെ കാര്യത്തിൽ ഈ ഒരു സ്പാർട്ടൻസ് ഭയങ്കര ശോകം ബൈയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ. സ്റ്റിൽ രണ്ട് പ്ലേയേഴ്സ് രണ്ടുപേര് ബുൾഡോഗും സ്പെക്ടറും വെച്ചാണ് അവരൊരു ഈക്കോ പോണത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈക്കോ അവർ പോകുന്നതേ ഇല്ല. ആൻഡ് മിഷാലിനെ അവിടെ സെക്കൻഡ് എടുക്കുന്നു. മിഷാലിനെ ആൻഡ് ട്രിക്കി അവിടെ ഒരു ഷീൽഡ് ബൂസ്റ്റ് ചെയ്യുന്നു. അവർക്ക് ഒരു 4 vs 5 റീടേക്ക് ആണ്. ആൻഡ് ഐ പ്ലേ ചേംബർ ഒരു KJ അൾട്ട് പോപ്പ് ചെയ്യുന്നു. ആൻഡ് ടുബോർഗ് അവിടെ ടെലിപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ സ്റ്റീവ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന അൾട്ടി സ്റ്റീവിനെ അവിടെ ടുബോർഗ് എടുക്കുന്നു ഷോട്ട് ഗൺ വെച്ചിട്ട്. ആൻഡ് ഓൾസോ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഒരു 4v3 സിറ്റുവേഷൻ ആയി. 4v സിറ്റുവേഷൻ. ഇറ്റാച്ചി വിത്ത് ഫ്ലാഷ് ഒരു ഫ്ലാഷ് ഇടുന്നു. ആൻഡ് ഇറ്റാച്ചി അവിടെ സൈഡിൽ എടുക്കുന്നു. നല്ലൊരു പിക്ക്. ആൻഡ് ടുബോർഗ് അവിടെ S3 ഗെയിമറിനെ എടുക്കുന്നു. 3 vs ആൻഡ് ടുബോർഗ് അവിടെ സൈഡിനെ എടുക്കുന്നു. 1v2 സിറ്റുവേഷൻ. ആൻഡ് ഐ ചേംബർ ഫിനിഷിംഗ് ദ റൗണ്ട് ആൻഡ് റൗണ്ട് അഗൈൻ ഗോസ് ഇൻ ദ ഫേവർ ഓഫ് അസാസിൻസ്. നല്ല റീടേക്ക് 4v5 റീടേക്ക് ആയിരുന്നു. നല്ല റീടേക്ക്. കിടിലം കളി, കിടിലം ഗെയിം പ്ലേ, കിടിലം വെടി. സീരിയസ്ലി ആക്ച്വലി നന്നായിട്ട് റീടേക്ക് ആയിരുന്നു. ഒരു പ്രോപ്പർ ആദ്യം ഒരു പിക്ക് പോയിട്ട് പോലും ഒരു KJ അൾട്ട് വന്നിട്ട് പോലും യാതൊരു വിധ കുലുക്കവും ഇല്ലാതെ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ കാരണം ടുബോർഗിന്റെ ഒരു നല്ലൊരു പിക്ക് സ്റ്റീവിനെ എടുത്തു കൊടുത്തു. ആ ഹെവനിലേക്ക് വന്ന സ്റ്റീവിനെ എടുത്തു. ഈ എക്കണോമി മാനേജ്മെന്റ് ഭയങ്കര ശോകമാണെന്ന് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും. ഒരാൾക്ക് ഒരു പ്ലേയേഴ്സിനും ഷീൽഡ് ഇല്ല, ആരുടെയും കയ്യിൽ പ്രോപ്പർ റൈഫിൾസ് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ ഒരു ടീം കളിക്കുന്നത്. ശരിക്കും ഒരു പ്രോപ്പർ ഈക്കോ റൗണ്ട് പോകാത്ത ഒരു മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഐ പ്ലേ ചേംബർ കുറച്ച് അഗ്രസീവ് ആയിട്ട് പോകുന്നു. ഫസ്റ്റ് പിക്ക് എടുത്ത് കൊടുക്കുന്നു. തേർഡിനെ പിക്ക് ചെയ്യുന്നു. ആൻഡ് ട്രിക്കി ഓൾറെഡി നല്ലൊരു കൺകഷൻ ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് മിഡിൽ ടുബോർഗിനെ സ്റ്റീവിനെ എടുക്കുന്നു. ടുബോർഗ് വിഷയം കളിയുന്നു. ആൻഡ് ഐ പ്ലേ ചേംബർ അവിടെ ട്രിക്കി എടുക്കുന്നു. ഐ പ്ലേ ചേംബർ കുറച്ച് അഗ്രസീവ് ആയിട്ട് തന്നെ കളിക്കുന്നു. ആൻഡ് ഇറ്റാച്ചിയുടെ നല്ലൊരു സപ്പോർട്ട് അവിടെ സെക്കൻഡ് എടുക്കുന്നു. ആൻഡ് 1 vs ആൻഡ് ഇത് ആസ് എക്സ്പെക്ടഡ് സുനിമോൻ മിഡിൽ കൂടെ വരുമെന്ന് തന്നെ ആണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ആൻഡ് അവരതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സുനിമോനെ വെയിറ്റ് ചെയ്ത് ഇറ്റാച്ചി വരുന്നുണ്ട്. ഇറ്റാച്ചി കറക്റ്റായിട്ട് റീഡ് ചെയ്തു സുനിമോനും പക്ഷെ നല്ല ടാർഗറ്റാണ്. 1 vs 4 സിറ്റുവേഷൻ. ആ ഒരു സ്ട്രാറ്റജിയിൽ ഒരു ചേഞ്ചും അവർ വരുത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു റൗണ്ട് പോലെ അവർ ആക്ച്വലി മിഡ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ബി ഇനിഷ്യേറ്റീവ് കയറാനോ അങ്ങനെ വല്ല ട്രൈ ചെയ്തിട്ടില്ല. അവർ കീപ്പ് ഓൺ എ ഒരു ബുക്കിന്റെ ഒരു പേജ് പോലെ എല്ലാ റൗണ്ടും എ തന്നെ പോകുന്നു. അവർക്ക് സൈറ്റ് പലപ്പോഴും കിട്ടുന്നില്ല. സ്റ്റിൽ വീണ്ടും അവിടെ തന്നെ വീഴുന്നു. മിഡ് ട്രൈ ചെയ്യുന്നില്ല. അവർ ബി പോകുന്നില്ല. അവർക്ക് സ്റ്റിൽ ഒരു മസ്റ്റ് വിൻ ഗെയിമാണ്, ഒരു വിന്നബിൾ ഗെയിമാണ് എന്നുള്ള ഒരു ഇതവർ കാണിക്കുന്നില്ല. അവർ ആക്ച്വലി ഒരു ഇക്കോ മാനേജ്മെന്റ് ചെയ്താൽ തന്നെ അവർക്ക് കളി കൊണ്ടുവരുന്നത്. ഈ റൗണ്ട് ഇഫ് അസാസിൻസ് ജയിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അസാസിൻസിന് ഈ ഗെയിം എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ 10-3 ആവും. സോ ലെറ്റ്സ് സീ 9-3 ഇതൊരു കേഴ്സ് ആണോ, കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. 9-3 ഈസ് റിയലി എ കേഴ്സ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇന്ന് ഉത്തരം കിട്ടും. നമുക്ക് നോക്കി നോക്കാം. 9-3 ആണ് സ്കോർ. അസാസിൻസ് വിത്ത് 9 ആൻഡ് സ്പാർട്ടൻസ് വിത്ത് 3 ആൻഡ് ടുബോർഗിന്റെ ഒരു ഫ്ലാഷ്. ബെലാരി സെക്കൻഡ് ഹോൾഡിംഗ്. ഐ പ്ലേ അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റാച്ചി മിഷാൽ അവിടെ നല്ലൊരു ഫ്ലാഷ്, നല്ലൊരു കൺകഷൻ. ആ ഒരു കൺകസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് മിഷാലിന്റെ നല്ലൊരു പിക്ക്. ഇറ്റാച്ചി അവിടെ സിനിമ വെക്കുന്നു. ടുബോർഗ് അവിടെ ട്രിക്കിയെ പിക്ക് ചെയ്യുന്നു. ആൻഡ് സ്റ്റീവ് അവിടെ മിഷാലിനെ പിക്ക് ചെയ്യുന്നു. ടുബോർഗ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടുബോർഗിന്റെ പൊസിഷൻ സ്റ്റീവിന് അറിയാമെന്ന് തോന്നുന്നു. ടുബോർഗിന്റെ പിക്ക് മെന്നി അവിടെ സൈഡിൽ പിക്ക് ചെയ്യുന്നു. ആൻഡ് സ്റ്റീവ് അവിടെ ടുബോർഗിനെ പിക്ക് ചെയ്യുന്നു. 2 vs 2 ആക്കിയിരിക്കുന്നു. 2 vs 2 സിറ്റുവേഷൻ. 2 vs 2 സൈഡിൽ ഒരു ഫ്ലാഷ് വരുന്നു. ഒരു ഗെക്കോ ഫ്ലാഷ്.
ആൻഡ് ഇവിടെ ഈ ഒരു റൗണ്ട് ക്ലച്ച് ഒരു രക്ഷയില്ലാത്ത റീടേക്ക് 4v2 ആണ് സ്റ്റീവ് റീടേക്ക് എടുത്തത്. ആൻഡ് റൗണ്ട് ഗോസ് ഇൻ ദ ഫേവർ ഓഫ് സ്പാർട്ടൻസ്. കിടിലം കളി 9-4. എന്റെ പൊന്നു, ഞാൻ പറയുന്നത് സ്റ്റീവിന് ഒരു സപ്പോർട്ട് ആ ടീമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അവർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ടീമിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നത്. ഇപ്പൊ തന്നെ ആദ്യം 3 പ്ലേയേഴ്സ് ഡൗൺ ആവുന്ന എന്നൊരു സിനാറിയിൽ നിന്നാണ് അവർ കളി തിരിച്ചു പിടിക്കുന്നത്. അത് കുറച്ച് എല്ലാ റൗണ്ട് അല്ലെങ്കിൽ പോലും കുറച്ച് റൗണ്ടുകളിൽ ഇവരുടെ ടീമിൽ നിന്നുള്ള സപ്പോർട്ട് കുറച്ചും കൂടി കിട്ടേണ്ട ഒരു ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ. ലൈക്ക് അറ്റാക്കിങ്ങിനാണെങ്കിലും പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്. അപ്പം ഒറ്റയ്ക്ക് ഇന്ന് അത്ര ഈസി അല്ലല്ലോ ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ടീം കളിക്കിട്ട്. ട്രിക്കി ആവശ്യമില്ലാത്തൊരു തള്ളിപ്പോക്കാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന്. റീലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമായിരുന്നു. നോക്കുകയാണെങ്കിൽ സ്റ്റീവ് അവിടെ ഐപ്ലേ ചേമ്പറിനെ എടുക്കുന്നു, സേഡൻ അവിടെ മോർണിംഗ് സ്റ്റാറിനെ എടുക്കുന്നു. 4 vs 2 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അവിടെ സുനിമോനെ എടുക്കുന്നു വിത്ത് ക്ലാസിക് പിസ്റ്റൽ. ടുബോർഗ് സുനിമ അവിടെ ഇറ്റാച്ചി അടുത്താണ് എടുക്കുന്നു. ടുബോർഗ് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്പാർക്ക് അവിടെ വീണ് പോയി. ഇറ്റാച്ചിക്ക് സൈറ്റ് കിട്ടിയിട്ടും ടുബോർഗ് സൈറ്റിൽ അവിടെ കൊണ്ടുവന്ന് സ്പൈക്ക് ഡ്രോപ്പ് ചെയ്തു. ബെല്ലാരി സെക്കൻഡ് ഒരു 2 vs 1 സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ടത്. 2 vs സിറ്റുവേഷൻ. രണ്ടുപേരും നല്ല യൂട്ടിലിറ്റീസ്. റൗണ്ട് അവന്റെ എല്ലാ യൂട്ടിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതില് അവന്റെ 2 ഫ്ലാഷ് ഉണ്ടായിരുന്നു, വാളുണ്ടായിരുന്നു. എനിക്കൊന്ന് ഫസ്റ്റ് റൗണ്ട് മേടിച്ച സാധനം അതൊക്കെ സ്പൈക്ക് എടുക്കണേ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു ബെറ്റർ. ആ സൈഡ് ഒറ്റയ്ക്ക് പോയത് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം പിടിക്കണമായിരുന്നു. ലോ ആയിട്ടുള്ള ആൾ ആദ്യം പിക്കിയിട്ട് രണ്ടത്തോളം ഓടി പോരണമായിരുന്നു. എനിക്ക് പിന്നെയും ബെറ്റർ ആയിരുന്നു. ഇത് HP ഉള്ള ആള് തന്നെ ആദ്യമേ ഓടി ഒന്ന് പിക്ക് ചെയ്ത് കത്ത് മറ്റാൾ അവിടെ നിന്നു. അതൊരു പ്രോപ്പർ ത്രോ. സുനിമോന് ഒരു പിക്ക് എടുക്കാൻ അവിടെ പറ്റിയില്ല. സുനിമോൻ മാർഷൽ ഷോട്ടിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇറ്റാച്ചിക്ക് ഒരു അൾട്ടി ഓൾറെഡി റെഡി. ഫസ്റ്റ് റൗണ്ടിൽ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് ഇറ്റാച്ചി വിത്ത് അൾട്ടി ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഞ്ചർ മിഷാലിനെ എടുക്കുന്നു. സുനിമോൻ വിത്ത് മാർഷൽ. ഐപ്ലേ ചേമ്പർ ഇവിടെ പ്ലാൻ ചെയ്യുന്നു. ടുബോർഗ് അവിടെ ട്രിക്കി എടുക്കുന്നു. 4 vs 3 സിറ്റുവേഷൻ. സുനിമോൻ അവിടെ പിക്ക് എടുക്കാൻ പറ്റില്ല. 4 vs 3 നല്ലൊരു സ്റ്റീവിനെ അവിടെ എടുക്കുന്നു. ടുബോർഗ് അവിടെ ഗെയിമർ എടുക്കുന്നു. 4 vs 1 സിറ്റുവേഷൻ. ആസ്മാൻ സേഡൻ മിഡിലാണ്. മെന്നി അവർ പിക്ക് കുത്താനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സേഡനെ കുത്താനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. കുത്തിയിട്ടുണ്ട്. മെന്നി അവിടെ കുത്തിയിരിക്കുന്നു. ടീമിന്റെ മൊറക്ക് ചെയ്യുന്ന സ്റ്റാറ്റിക്സ് ആണ് നമ്മുടെ മെന്നിയുടെ സൈഡിൽ നിന്ന്. മെന്നി കുത്തിയിട്ടു. ആൻഡ് അഗൈൻ ദ റൗണ്ട് ഗോസ് ഇൻ ദ ഫേവർ ഓഫ് അസാസിൻ. ദ സ്കോർ ഈസ് 11-4. ഇന്നലെ എനിക്ക് ഓങ്ങി വെച്ച കുത്ത് ഇന്ന് സൈഡൻ വാങ്ങി. സത്യം ഇന്നലെ എനിക്ക് കിട്ടേണ്ടതായിരുന്നു KG ആൾട്ട് പിടിച്ച സമയത്ത്. സോ ഇത് സൈഡൻ വാങ്ങി. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം ഒന്നും പറയാൻ. ഇനി ഇറ്റ്സ് എ ഹാർഡ് 11-4 എന്നൊരു സ്കോർ എത്തി. ഇവർ ആക്ച്വലി വീണ്ടും ഫോഴ്സാണ്. ഐപ്ലേ ചേമ്പർ നോക്കുകയാണെങ്കിൽ അവിടെ മിഡിൽ സൈഡിന് വെളിയിലൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ബെല്ലാരി സെക്കൻഡ് അവിടെ മിഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ഒരു ചെറിയ ഒരു സ്ലോ പേസ് ഗെയിം പ്ലേ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അഗ്രഷൻ അവരുടെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ബ്രോക്കൺ ബൈൽ ആണെന്ന് തന്നെ പറയേണ്ട വരും. സ്പാർട്ടൻസ് ഒരു ബ്രോക്കൺ ബൈൽ തന്നെയാണ്. എല്ലാവരും ഹാഫ് ഷീൽഡിലാണ് കളിക്കുന്നത്. ഓപ്പോസിറ്റ് ടീം നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഷീൽഡ് പ്രോപ്പർ ഗൺസിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബോണസ് റൗണ്ടുകളൊക്കെ കറക്റ്റായിട്ട് കളിക്കുന്നുണ്ട്. ആൻഡ് S3 ഗെയിമർ ഇവിടെ ഒരു പിക്കിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു ഫ്ലാഷ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. 2 ഫ്ലാഷസ് ആണ് ഒരേ സമയം വരുന്നത്. 2 ഫ്ലാഷസ്. അവിടെ മിഷാൽ അവിടെ S3 ഗെയിമർ എടുക്കുന്നു. ബെല്ലാരി സെക്കൻഡ് അവിടെ മിഷാലിനെ എടുക്കുന്നു. ഇറ്റാച്ചി ട്രൈങ് ടു ഗെറ്റ് എ പിക്ക് ഇൻ ദ സൈഡ്. ആൻഡ് ബെല്ലാരി സെക്കൻഡ് അവിടെ ബെല്ലാരി സെക്കൻഡ് എടുക്കുന്നു. ആൻഡ് 11 HP മാറുന്നു. ഒരു 4v3 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. സ്റ്റീവിന് ഈ റൗണ്ട് ക്ലച്ച് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സൈഡൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിക്കിയും രണ്ടുപേരും ബി ഷോട്ട് വരുന്നു. And Itachi waiting for a pick. Menni again with a flank. Menni ഒരു cheeky flank. അവിടെ ചെയ്യുന്നു. And Itachi അവിടെ സൈഡിനെ എടുക്കുന്നു.
അത് കത്തിക്കുത്താണ്, അത് മറ്റൊരു കുത്താണ്, മറ്റൊരു കുത്താണ്. മറ്റൊരു കത്തിക്കുത്താണോ ആണ്. ആൻഡ് അഗൈൻ സ്റ്റീവിനെ കത്തിക്ക് കുത്തുന്നു മെന്നി, ബാക്ക് ടു ബാക്ക് നൈഫ്. ആൻഡ് അഗൈൻ ദ റൗണ്ട് ഗോസ് ഫേവർ ഓഫ് അസാസിൻസ് 12-4. ഒരു കലിപ്പും ബഹളവും നടക്കുന്നുണ്ടായിരിക്കും. അടുത്ത കളി മെന്നിയുടെ ടീം വെസസ് ഡ്രീമറിന്റെ ടീമാണ്. ബാബു ഒന്ന് ഡ്രീമറിന്റെ ടീമിന്റെ അടുത്ത് റെഡിയായി നിൽക്കാൻ പറയും ഒന്ന്. ഇവിടെ സ്റ്റീവ് കോംപ്ലിമെന്റ് പറയുന്നുണ്ട്. നമുക്ക് 12-4 എത്തിയിരിക്കുന്നു സ്കോർ, 12-4. ആൻഡ് ഇറ്റ്സ് എ മാച്ച് പോയിന്റ്. ആൻഡ് സ്പാർട്ടൻസിനെ നോക്കുകയാണെങ്കിൽ അഗൈൻ ദേ ആർ ഇൻ എ ബ്രോക്കൺ ബൈ. നമുക്ക് നോക്കാം, എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കാം. ഇടലായിട്ടുണ്ട്. ആണാണ് അല്ലല്ല അല്ലേ അല്ലേ സോറി ട്രിക്കി എടുക്കുന്നു ഫസ്റ്റ് പിക്ക്. ആൻഡ് സ്റ്റീവ് അവിടെ ഇറ്റാച്ചി എടുക്കുന്നു. സ്റ്റീവ് ആൻഡ് ഐ പ്ലേ ചേംബർ അവിടെ ബെല്ലാരിസ് എടുക്കുന്നു. 4 vs 2 സിറ്റുവേഷൻ. സ്റ്റീവ് ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ സ്റ്റീവ് കുറച്ച് ട്രിഗേർഡ് ആയനെന്ന് തോന്നുന്നു. സ്റ്റീവ് ഓൾറെഡി സ്റ്റീവിനെ അവിടെ ഐ പ്ലേ ചേംബർ എടുക്കുന്നു. നല്ലൊരു ഒരു അൾട്ടി ഡെഞ്ചാ ട്രിക്കി അവിടെ ഐ പ്ലേ ചേംബറിനെ കൊണ്ടിട്ടുണ്ട്. നല്ലൊരു പിക്ക് ബൈ ഡെഞ്ചാ ട്രിക്കി. ആൻഡ് സൈഡൻ അവിടെ മിഷാലിനെ പിക്ക് ചെയ്യുന്നു. ആൻഡ് റൗണ്ട് ഗോസ് ഇൻ ദ ഫേവർ ഓഫ് സ്പാർട്ടൻസ്. അവർ ബ്രോക്കൺ ബൈ ആണെങ്കിലും അവർ ആ റൗണ്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അവരെ ഒന്ന് പേഴ്സണലി എടുത്തു എന്ന് തോന്നുന്നു. അപ്പോഴാണ് അവർ ഉണർന്നത്. ആൻഡ് എനിവേ നമ്മൾ നോക്കുകയാണെങ്കിൽ 12-5 was 1 round for Minnie. ആൻഡ് ഇനിയും ഒരു കുത്ത് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ലൈക്ക് ഇനി ഒരു 12-5 എന്നൊരു അൺബിലീവബിൾ കംബാക്ക് വരുമോ എന്ന് നമുക്കറിയത്തില്ല. ഒന്നും പറയാത്തില്ല. ഗെയിം ഈസ് വാലറന്റ്, നമുക്കൊന്നും പറയത്തില്ല. അൺപ്രഡിക്റ്റബിൾ. ലൈക്ക് ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ബാബു ഒന്ന് രായന ടീമാണ് ബാബു. സോ അതും ഈ സെയിം മാപ്പാണ്. സുനിമോൻ വിത്ത് ഫ്ലാഷ് സൈറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഞാൻ മ്യൂട്ടഡ് ആയിരുന്നു. സോറി. ഫസ്റ്റ് പിക്ക് എടുക്കാൻ പറ്റില്ല. മിഷാൽ അവിടെ ഡെഞ്ചാ ട്രിക്കി പിക്ക് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് എ 4 vs 5. സുനിമോൻ അവിടെ ബ്ലൈൻഡ് ടു ബോർഗിനെ എടുക്കുന്നു. ഇറ്റാച്ചി വെയിറ്റിംഗ് ഫോർ എ പിക്ക്. ഇവിടെ സ്റ്റീവ് അൾട്ടിയിലാണ്. സ്റ്റീവിനെ അവിടെ മിഷാലിനെ എടുക്കുന്നു. ആൻഡ് സുനിമോൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. 4 vs. ആൻഡ് ബെല്ലാരിസ് ഒക്കെ അവിടെ മെന്നി എടുക്കുന്നു. എടാ ഒന്ന് ഒരു മിനിറ്റ്. അഴട്ടുണ്ടോ അതാണ്. ആ 2 കുത്തി ഇച്ചിരി നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഇച്ചിരി നേരത്തെ തൊട്ട് നന്നായിട്ട് കളിച്ചതിനായിരുന്നു. ആ 2 കുത്താണ് ഒരു ഉണർത്ത്. 2 കുത്ത് കുറച്ചുകൂടെ നേരത്തെ വേണമെന്നാണ് മെന്നി സ്റ്റീവ് പറയുന്നത്. സുനി അവിടെ നൈസായിട്ട് കളിച്ചോട്ടോ. 2 കുത്ത് കിട്ടി. സുനിയും ഒന്ന് ഉണർന്നു. അത് കുറച്ച് നേരത്തെ ഒരു 5 നിൽക്കുന്ന സമയത്തിൽ ഒരു 3 പറയണോ? അതെ മീറ്റ് അവൻ തുടങ്ങുമ്പോഴേ കമന്റ് പറയണം. സോ എന്തായാലും വീണ്ടും ഒരു മിഷാൽ ഒരു ഹെവൻ കൺകസ്റ്റിന് വെയിറ്റ് ചെയ്യുന്നു. ഹെവനിലേക്ക് ക്ലയന്റിന് ടുബോർ ഇരിക്കുന്നു. ആൻഡ് ഹെവൻ സൈഡ് ആക്ച്വലി വിട്ടുകൊടുത്തിരിക്കുകയാണ്. കൊടുത്തിരിക്കുന്നു ഹെവൻ സൈറ്റ്. സോ ഒരൾട്ടാണ്. ഒരു ബ്രീച്ച് അൾട്ടുണ്ട്. മെന്നി സ്റ്റീവ് ഉണർന്നു. മെന്നിയെ അടിക്കുന്നു. ഒരു 3 vs 3 സിറ്റുവേഷൻ. അവർക്ക് എന്തായാലും മസ്റ്റ് വിന്നാണ്. ഷെയ്ഡ് അവിടെ അൾട്ടി പോപ്പ് ചെയ്യുന്നു. ഒരു 3 vs 3 സിറ്റുവേഷൻ. ആൻഡ് ബെല്ലാരി സെക്കൻഡ് അവിടെ മിഷാൽ എടുക്കുന്നു. ഇറ്റാച്ചി അവിടെ സെക്കൻഡ് ട്രേഡ് ചെയ്യുന്നു. സെക്കൻഡ് പക്ഷേ അൾട്ടി പോപ്പ് ചെയ്തിട്ടുണ്ട്. എഗൈൻ ഒരു 2 vs 3. ആൻഡ് ഐ പ്ലേ ചേംബർ. ബെല്ലാരി സെക്കൻഡ് എഗൈൻ ഒരു പിക്ക് ഇട്ടുണ്ട്. ഐ പ്ലേ അൾട്ടി പോപ്പ് ചെയ്യുന്നു. അൾട്ടി ആൻഡ് അൾട്ടിയിൽ കിട്ടിയിരിക്കുന്നു. അൾട്ടിയിൽ പിടിച്ചിരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ GG. ആൻഡ് ദ വിന്നർ ഈസ് അസാസിൻസ്. ഈ മാച്ച് ജയിക്കുന്നു 13-6 എന്ന് പറയുന്ന സ്കോറിൽ.
ഈ മാച്ച് സെക്യൂർ ചെയ്യുന്നു. വെൽ പ്ലേഡ് ബോത്ത് ദ ടീംസ്. നല്ലൊരു റീഡ്